കൊൽക്കത്ത ആർ.ജി.കർ മെഡിക്കൽ കോളേജിലെ ഉന്നത ഉദ്യോഗസ്ഥരുമായി ഡോക്ടേഴ്സ് നടത്തിയ ചർച്ച പരാജയപ്പെട്ടെന്ന വാർത്ത ഞാനിത് നേരത്തെ പറഞ്ഞിരുന്നു. സുരക്ഷാ നടപടികൾ സംബന്ധിച്ച് രേഖാമൂലം ഉറപ്പ് നൽകാൻ സർക്കാർ തയ്യാറായില്ലെന്ന് ഡോക്ടേഴ്സിന്റെ പരാതി. ബൽറാം നെടുങ്ങാടി വിശദാംശങ്ങളുമായി ഡൽഹിയിൽ നിന്ന്. ബൽറാം, പറയൂ. SKN കൊൽക്കത്ത ആർ.ജി.കോർ മെഡിക്കൽ കോളേജിൽ ക്രൂര ബലാത്സംഗത്തിനിരയായി കൊല ചെയ്യപ്പെട്ട ജൂനിയർ ഡോക്ടർക്ക് നീതി ആവശ്യപ്പെട്ട് കഴിഞ്ഞ 40 ദിവസത്തിലേറെയായി പ്രതിഷേധം തുടരുകയാണ്. ഇതിനിടെ സർക്കാർ ഈ സമരക്കാരുമായി നടത്തിയ 6ാം ഘട്ട ചർച്ചയും പരാജയപ്പെട്ടിരിക്കുന്നു. നേരത്തെ മുഖ്യമന്ത്രി തന്നെ നേരിട്ട് ഈ ഡോക്ടേഴ്സിന്റെ പ്രതിനിധികളുമായി ചർച്ച നടത്തി അവരുടെ ആവശ്യങ്ങൾ കുറേയേറെ അംഗീകരിച്ചു, അത് നടപ്പാക്കുകയും ചെയ്തിരുന്നു. എന്നാൽ ഡോക്ടേഴ്സ് പലയിടങ്ങളിലായി പ്രതിഷേധിക്കുന്ന ഡോക്ടേഴ്സ് കാര്യങ്ങൾ ചർച്ച ചെയ്ത് സമരം തുടരാൻ തീരുമാനിക്കുകയായിരുന്നു. പ്രധാനമായും 3 ആവശ്യങ്ങൾ ഈ സർക്കാർ അംഗീകരിച്ചിട്ടില്ല എന്നാണ് ഡോക്ടേഴ്സ് ആരോപിക്കുന്നത്. അതിലൊന്ന്, ആശുപത്രികളിലെ സുരക്ഷയുമായി ബന്ധപ്പെട്ട് എന്തെല്ലാം നടപടികൾ സ്വീകരിക്കുമെന്നത് സംബന്ധിച്ച് രേഖാമൂലമുള്ള ഉറപ്പ്, കൂടാതെ പേർഷ്യൻ വെൽഫെയർ അസോസിയേഷനുകൾ പിരിച്ചുവിടണം എന്നുള്ളതാണ് രണ്ടാമത്തെ ആവശ്യം. ആരോഗ്യവകുപ്പ് സെക്രട്ടറിയെ പുറത്താക്കണം എന്നുള്ളതാണ് 3ാമത്തെ ആവശ്യം. കഴിഞ്ഞ ദിവസം ചീഫ് സെക്രട്ടറി തലത്തിൽ നടന്ന ചർച്ചകളിൽ ഈ ആശുപത്രികളിലെ സുരക്ഷ സംബന്ധിച്ച് സർക്കാർ ഉറപ്പുകൾ ചിലത് നൽകിയെങ്കിലും അത് രേഖാമൂലം നൽകാൻ തയ്യാറായിട്ടില്ല എന്നാണ് ഡോക്ടേഴ്സ് അറിയിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ ആവശ്യങ്ങൾ മുഴുവൻ അംഗീകരിക്കുന്നതുവരെ പ്രതിഷേധം തുടരാൻ തന്നെയാണ് തീരുമാനം. കൊൽക്കത്ത അടക്കം പശ്ചിമ ബംഗാളിലെ സർക്കാർ ആശുപത്രികളിലെ OP അടക്കമുള്ളവ ഇപ്പോൾ സ്തംഭിച്ച ഒരു സാഹചര്യമാണ് ഉള്ളത്. സർക്കാരിന് മേൽ സമ്മർദ്ദം ശക്തമാണ്. തുടർന്നും ചർച്ചകൾക്ക് തയ്യാറാണ് എന്ന് ഡോക്ടേഴ്സ് അറിയിച്ചിട്ടുണ്ട്. സർക്കാരും ചർച്ചകൾക്ക് ഒരുങ്ങും എന്ന് തന്നെയാണ് ലഭ്യമാകുന്ന വിവരം. SKN. ഓക്കെ, ബൽറാം നെടുങ്ങാടിയാണ് വിവരങ്ങൾ നൽകിയത്. റഫീഖ് പറയുന്നു, SKN കഴിഞ്ഞ മാസം ഒരു കല്യാണ ചെറുക്കനെ കാണാനില്ല എന്ന് പറഞ്ഞെന്തായി? അയ്യോ, ആ പയ്യൻ എന്നെ തിരിച്ചു വന്നല്ലോ. അതൊന്നും അറിഞ്ഞില്ലല്ലേ എൻ്റെ റഫീഖ്, താങ്കൾ എവിടെയായിരുന്നു? ജബീർ ഖുറേഷി പറയുന്നു, വെട്ടും കൊലയും മരണവും സമാധാനവും സന്തോഷവും എന്നൊരു കാലഘട്ടത്തിൽ കുറച്ച് വാർത്തകൾ കൊടുക്കൂ, കാലത്ത് തന്നെ അതും നല്ലതാണ്. ഈ ഉപദേശത്തിന് തീർച്ചയായും നന്ദി.